ഹേയ് ഹായ് ഗായ്സ്, നമസ്കാരം. പുറത്ത് നല്ല മഴയും കാറ്റുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മൂടി പൊതിച്ചുള്ള ഉറക്കം. രണ്ട്, നല്ല അടിപൊളി ത്രില്ലർ സിനിമകൾ കുത്തിയിരുന്ന് കാണുന്നത്. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ആ പേരിൻ്റെ കണ്ടിപ്പെട്ടത്. 2018 റോബ് കോൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദ ഹരിക്കെയിൻ ഹൈസ്റ്റ്, കൊടുങ്കാറ്റും കൊള്ളയും. കൊള്ളാം, നല്ല കോമ്പിനേഷൻ. അങ്ങനെ ഇരുന്ന് കണ്ടതാണ് ഈ വെറൈറ്റി ത്രില്ലർ. ഒരേ സമയം ഇതൊരു ഡിസാസ്റ്റർ മൂവിയുമാണ്, ഹൈസ്റ്റ് മൂവിയുമാണ്. അതാണ് പടത്തിൻ്റെ പ്രത്യേകത. കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ നടക്കുന്ന ചേസിങ്ങും ആക്ഷനും എല്ലാം കൂടി ഒരു ഫ്രഷ് ഫീല് ഈ പടം നമുക്ക് തരും. പടത്തിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, അലബാമൻ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് അത് കരയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ട് അത് കടന്നു പോകുന്ന പട്ടണത്തിലെ ആളുകൾ മൊത്തം അവിടെ നിന്ന് ഒഴിപ്പിക്കും. എന്നാൽ ആ പട്ടണത്തിലായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിയുടെ ഓഫീസ് ഉള്ളത്. ഈ പഴയ ഡോളർ നോട്ടുകളെല്ലാം തിരിച്ചെടുത്ത് അവ നശിപ്പിക്കുന്ന പരിപാടിയാണ് അതിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നശിപ്പിക്കാനാണ് കൊണ്ടുവന്നതെങ്കിലും ആ ഡോളർ നോട്ടുകളെല്ലാം ഇപ്പോഴും വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ആ ട്രഷറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടുങ്കാറ്റ് വരുന്ന സമയത്തും ട്രഷറി വർക്കിംഗ് ആണ്. പക്ഷേ ഈ ട്രഷറിക്കുള്ളിലെ നോട്ടുകളെല്ലാം നശിപ്പിച്ച് കളയുന്ന ഷ്രെഡിംഗ് മെഷീൻ അത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന ഡോളർ നോട്ടുകളെല്ലാം അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. ഏകദേശം 600 ബില്യൺ വരും ഇപ്പോഴത്. ഇത് മനസ്സിലാക്കിയ ചിലർ ഈ സാഹചര്യം മുതലെടുത്ത് ട്രഷറിക്കുള്ളിലെ മൊത്തം പണവും അടിച്ചു മാറ്റാനായി ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഉണ്ടാക്കുന്നു. അതനുസരിച്ച് കൃത്യം കൊടുങ്കാറ്റ് വീശുന്ന സമയത്ത് തന്നെ അവർ ട്രഷറി ആക്രമിക്കുന്നു. നാട്ടുകാരെല്ലാം ഒഴിഞ്ഞു പോയതുകൊണ്ട് ആക്രമണത്തിന്റെ വിവരം പുറത്തുള്ള ആരും അറിയില്ല. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്തിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് ട്രഷറിക്ക് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവരെയൊന്നും അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വില്ലന്മാരുടെ പ്ലാനെല്ലാം അങ്ങനെ സ്മൂത്ത് ആയിട്ട് നടന്നു. ഇനി ട്രഷറിയിലെ പണം ഇരിക്കുന്ന ലോക്കർ കൂടി അങ്ങ് തുറന്നാൽ മതി, പണമെല്ലാം അവർക്ക് സ്വന്തം. അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഇത്രയും നേരം വില്ലന്മാർ കഷ്ടപ്പെട്ട് ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിരുന്ന ലോക്കറിന്റെ പാസ്വേഡ് അവസാന നിമിഷം ആരോ മാറ്റിയിരിക്കുന്നു. രണ്ടാമതും ഇനി ആ പാസ്വേഡ് ഹാക്ക് ചെയ്തെടുക്കാൻ കുറേ സമയം പിടിക്കും. ആരാണ് ഈ പണി ചെയ്തത്? അവസാന നിമിഷം ലോക്കറിന്റെ പാസ്വേഡ് മാറ്റിയത് ആരാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം വന്നു നിന്നത് നമ്മുടെ നായികയിലാണ്. ഈ മൊത്തം ട്രഷറിയുടെയും സെക്യൂരിറ്റി ഇൻചാർജ് കേസി കോർബിൻ. കേസി പക്ഷെ മിസ്സിംഗ് ആണ്. ഈ പട്ടണത്തിൽ വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും പേമാരിക്കും ഇടയിൽ എവിടെയോ അവളുണ്ട്. അവളെ എങ്ങനെയെങ്കിലും തപ്പിയെടുക്കുകയേ ഇനി രക്ഷയുള്ളൂ. നമ്മുടെ കൊള്ളയടിക്കാൻ വന്ന വില്ലന്മാർ മൊത്തം അതിനായി ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ആ പട്ടണത്തിൽ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നത് കേസി മാത്രമായിരുന്നില്ല. മറ്റ് 2 പേർ കൂടി ഇതൊന്നും അറിയാതെ, ഇതിലൊന്നും ഇടപെടാതെ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നു. നായികയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ സിനിമയിലും സ്ഥിരമായി സഹായിക്കാൻ എത്തുന്നവർ, അതെ, നമ്മുടെ നായകന്മാർ. എന്നാൽ ഇവിടെ നമ്മുടെ ഈ ഹീറോസ് ചുമ്മാ കയറി സഹായിക്കുന്നുമല്ല കേട്ടോ. ഈ 2 ഹീറോസിനെയും കഥയിൽ നായികയുമായി നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നായകന്മാർക്ക് ഹീറോയിനെ സഹായിക്കാൻ വേണ്ടിയുള്ള വ്യക്തമായൊരു മോട്ടിവേഷൻ കഥയിൽ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലെ പല ആക്ഷൻ സീൻസ് കാണുമ്പോഴും ഇത്രയ്ക്കൊക്കെ വേണ്ടിയിരുന്നോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഈ കഥയുടെ അല്ലെങ്കിൽ സിനിമയുടെ വിജയം എന്ന് നമുക്ക് പറയാം. സോ ഗായ്സ്, നിങ്ങളൊരു വെറൈറ്റി ആക്ഷൻ ത്രില്ലർ സിനിമ തപ്പിക്കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ പടം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ബൈ ബൈ.